സാറേ, ട്രംപ് അധികാരത്തിൽ വരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയ്ക്ക് തന്നെ ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഇസ്രയേലിൽ നിന്നും പിടികൂടിയ ഈ ബന്ദികളെ തിരിച്ചു നൽകിയില്ലെങ്കിൽ ഹമാസിനെ തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ലക്ഷ്യമായി ട്രംപ് നോട്ടമിട്ടിരിക്കുന്നതായി വിദേശകാര്യ വിദഗ്ധർ പറയുന്നത് ഇറാനാണ്. ഇറാനെ ഒതുക്കുമോ ട്രംപ്? ട്രംപ് ചില കാര്യങ്ങൾ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപ് ഏത് തരത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളതും ലോകരാജ്യങ്ങളിങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ അതിനനുസരിച്ച് മാറാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം തന്നെ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ ഹമാസ് ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്തത്, അവിടെ മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണല്ലോ ഹമാസ് ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തത്. പക്ഷേ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. ഏതാണ്ട് ഹമാസ് ഇല്ലാതായി കഴിഞ്ഞു എന്ന് പറയാം. എന്ന് വെച്ചാൽ ഗാസയിലെ ജനങ്ങൾ മുഴുവൻ ഇല്ലാതായി എന്നല്ല അർത്ഥം. അവിടെ ഏതാണ്ട് ഒരു 50,000 പേരോളം അടുപ്പിച്ച് കൊന്നുകളഞ്ഞു. ഇനിയുമുണ്ട് ഏതാണ്ട് 1,00,000-ലധികം ആൾക്കാരല്ലേ അവിടെ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസിനോട് ബന്ദികളെ മോചിപ്പിക്കണം എന്നാണ്. ഇറാൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് മുമ്പോട്ട് പോകുന്നത് ബന്ദികളെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. ഏതാണ്ട് 100-ലധികം ബന്ദികളാണുള്ളത്. ഈ ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ടോ? ഉറപ്പുണ്ടോ? ഒരുറപ്പുമില്ലല്ലോ. ഈ ഹമാസിൻ്റെ മുഴുവൻ നേതാക്കന്മാരെയും തീർത്ത് കളഞ്ഞില്ലേ. അവർ ആശുപത്രിക്കകത്തും അഭയാർത്ഥി ക്യാമ്പുകളിലും ബങ്കറിനുള്ളിലുമൊക്കെ അഭയം തേടിയിരുന്നു. അങ്ങനെ അഭയം തേടിയ അവരെ ആശുപത്രിക്കകത്തിട്ടും അഭയാർത്ഥി ക്യാമ്പുകളിലിട്ടും ഇസ്രയേൽ വകയിരുത്തി എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ അത്രത്തോളം ഇവരെ വകയിരുത്തിയ സാഹചര്യത്തിൽ അവർ ഈ ഇസ്രയേലിൽ നിന്ന് കൊണ്ടുപോയവരെ മോചിപ്പിക്കണമെന്ന് പറയുന്ന ഏത് അടിസ്ഥാനത്തിൽ വിട്ടുകൊടുക്കാൻ ഉണ്ടാകത്തില്ല. അവരെ എല്ലാം തന്നെ തീർത്ത് കാണും. അല്ലെങ്കിൽ ഇസ്രായേലിനെ എന്നേ കണ്ടുപിടിക്കാമായിരുന്നു. അതെ, ഇസ്രായേൽ മറ്റ് ഈ ഇവരെയൊക്കെ പിടികൂടിയില്ലേ, ഈ വമ്പൻ നേതാക്കന്മാരെയൊക്കെ പിടികൂടിയില്ലേ. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ ഹിസ്ബുള്ളയുടെ തലവനെ ഒക്കെ വധിച്ചു. ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും പിന്നെ അടുത്ത തലവൻ ആരാണ് എന്നുള്ളത് അവർ വെളിപ്പെടുത്തുന്നില്ല. കാര്യം എന്താണ്, വെളിപ്പെടുത്താൻ അവർക്ക് ഭയമാണ്. ഇസ്രയേൽ കണ്ടുപിടിച്ച് തീർത്തിരിക്കും. അങ്ങനെയാണ് ഇപ്പം ശ്രീത്ത് പറഞ്ഞതുപോലെ ഈ ബന്ദികളെ എന്തുകൊണ്ട് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയാതെ പോയി. അപ്പോൾ ബന്ദികളില്ല എന്ന് തന്നെ പറയാം. പക്ഷേ അത് അവർക്ക് ഔദ്യോഗികമായി പറയാൻ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് കഴിയില്ല. കാരണം അതിനോട് ആ രാജ്യത്ത് നിന്ന് വലിയ വിയോജിപ്പുണ്ടാകും. യുദ്ധത്തിൻ്റെ തുടക്കഘട്ടത്തിൽ നെതന്യാഹുവിനെതിരെ വലിയ വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറ്റം സംഭവിച്ചു. ഇസ്രായേലിലെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാത്ത തരത്തിൽ ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. അതും ഒരാളുമായിട്ടല്ല, ഒരു രാജ്യവുമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. എത്ര പേരുമായിട്ടാണ്. ഹിസ്ബുള്ള, ഹൂത്തികൾ, അതുപോലെ തന്നെ ഇറാൻ ലെബനിൽ കയറി അവരവിടെ ഏതാണ്ട് ധാരാളം പ്രദേശങ്ങൾ ആൾക്കാരെ ഒഴിപ്പിച്ചു, പലായനം ചെയ്യിപ്പിച്ചു. അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ തീർത്തു. ഏതാണ്ട് 12 ലക്ഷം പേരോളം അവർ പലായനം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹമാസിൻ്റെ അവിടെ ഇങ്ങനെ അമേരിക്ക ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ മഹാനരകമായിരിക്കും എന്നാണ് പറയുന്നത്. മഹാനരകമല്ല, അതിനപ്പുറത്തുള്ള നരകത്തിലാണ് ഇപ്പോൾ ഗാസയിലുള്ളവർ കഴിയുന്നത്. ഹമാസിൻ്റെ ആരും ഇല്ലല്ലോ, നേതാക്കന്മാർ എന്ന് പറയാൻ ആരുമില്ല. ഇപ്പോൾ യു എന്നിൻ്റെ പഠന റിപ്പോർട്ട് തന്നെ പറയുന്നത്, ഇപ്പം ട്രംപ് പറഞ്ഞല്ലോ മഹാനരകമാക്കുമെന്ന്. UN പഠന റിപ്പോർട്ട് പറയുന്നത് ഈ ഗാസ ഇനിയും പൂർവ്വസ്ഥിതിയിൽ എത്തണമെങ്കിൽ 350 വർഷം എടുക്കുമെന്നുള്ളത്. അപ്പോൾ മഹാനരകമായി കഴിഞ്ഞില്ലേ. അപ്പോൾ അതിനും അപ്പുറത്തെ മഹാനരകമാക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥവ്യാപ്തി നമ്മൾ മനസ്സിലാക്കണം. ട്രംപ് കരുതിക്കൂട്ടി തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നിന്ന ഒരു കാര്യമാണ്, ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുമോ, ഇറാൻ ഇസ്രായേലിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപിപ്പിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പലതരത്തിൽ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു ഇസ്രായേലിൻ്റെ അടുക്കലായിട്ട്. ഇടയ്ക്കിടയ്ക്ക് മിസൈൽ എഴുതി വിട്ടു.
ഇറാൻ വിടുന്ന മിസൈലിനെ ഒക്കെ തടയാൻ തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വിട്ടുകൊടുത്തിരുന്നു. സൈന്യങ്ങൾ ഉൾപ്പെടെയാണ് വിട്ടുകൊടുത്തിരുന്നത്. ഇനിയിപ്പോൾ ഭരണത്തിലേക്ക് വരാൻ പോകുന്നത് 20-ാം തീയതി ട്രംപ് അധികാരത്തിലെത്തും. ഇപ്പോൾ ഏതാണ്ട് അധികാരത്തിലെത്തിയതുപോലെ തന്നെയാണ്. സുപ്രധാനമായ തീരുമാനങ്ങളൊന്നും തന്നെ ബൈഡൻ ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ട്രംപാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. ട്രംപ് വരുന്നതോടുകൂടി ആകെ ചിത്രം മാറുമെന്നുള്ളതാണ്. ഇനി ഇത് തിരികെ കിട്ടാൻ പോകുന്ന ഇറാന് രണ്ടും കൽപ്പിച്ചാണോ വരുന്നത്? അതെ, ഈ ലോകത്ത് തന്നെ പല മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് സംഭവിക്കുമെന്നുള്ള ഉറപ്പാണ്. ഇപ്പൊ കാനഡയിൽ തന്നെ കണ്ടിട്ടില്ല, ഇന്ത്യയോടെ കളിക്കാൻ വന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കിട്ടിയത്. അവിടെ ഖാലിസ്ഥാൻ തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവന്ന് ജസ്റ്റിൻ ട്രൂഡോയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ഈ ഇന്ത്യ വിരുദ്ധ ഖാലിസ്ഥാൻ തീവ്രവാദികളിലൂടെ ആയിരുന്നു. അത് പക്ഷേ അവിടുത്തുകാർക്ക് തന്നെ ദോഷമായിട്ട് മാറി. അങ്ങനെ ദോഷമായിട്ട് മാറിയപ്പോഴാണ് ആ രാജ്യത്ത് നിന്ന് തന്നെ ട്രൂഡോയ്ക്ക് എതിരുണ്ടായി. ഒടുവിൽ സഹികെട്ട് രാജിവെക്കേണ്ടി വന്നൊരവസ്ഥയില്ലേ. അപ്പോൾ ഇന്ത്യയോടെ കളിക്കാൻ പോകരുതെന്നാണ് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുമായിട്ടൊരു സൗഹൃദത്തിൽ പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ട്രംപും കയറി ഇടപെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് പല രാജ്യങ്ങൾക്കും. അമേരിക്ക ചില തീരുമാനങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. ഈ കുടിയേറ്റത്തിനകത്ത് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ചൈന ഇപ്പോൾ നമ്മളുമായിട്ടൊരു സൗഹൃദം നിലനിർത്തി വരുന്നുണ്ട്. ഇടയ്ക്ക് അതിർത്തിയിലുള്ള പ്രശ്നങ്ങളൊന്നും മഞ്ഞുരുകി. ഇനിയും കൂടുതലായിട്ട് സൗഹൃദത്തിലേക്ക് പോകും. കാരണം ഈ അമേരിക്കയും നമ്മളുമായിട്ടുള്ള സൗഹൃദം അനുദിനം ശക്തിപ്പെട്ടു വരികയാണ്. അത് അവർക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. ചൈനയിൽ നിന്ന് മൾട്ടിനാഷണൽ കമ്പനികൾ പോലും പിൻവലിക്കും, അമേരിക്ക പിൻവലിക്കും. ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തൊഴിൽ സാഹചര്യങ്ങൾ വർദ്ധിക്കും. പിന്നെ അതിൻ്റെ വരുമാനം മുഴുവൻ നമ്മുടെ രാജ്യത്ത് സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് അമേരിക്കയുമായിട്ടുള്ളൊരു സൗഹൃദത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ട്രംപിൻ്റെ ഒരു നീക്കമെന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ള ആയാലും ഹമാസിനെ ആയാലും ഈ ഹൂത്തികളെ ഒക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് ആരാണ്? ഇറാനാണ്. ഇറാൻ ഒരു മതരാഷ്ട്രമാണ്. അവർ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളോടും ഒക്കെ തന്നെ പറയുകയുണ്ടായല്ലോ, നിങ്ങൾ നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇസ്രായേലിനെ എതിരിടണം, ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണം എന്ന് പറയുകയുണ്ടായല്ലോ. പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങളൊന്നും തന്നെ അത് കേട്ടില്ല വേണ്ടതൊക്കെവണ്ണം. അവർക്ക് അവരുടെ നാട്ടിലെ ജനങ്ങളുടെ സമ്പൽ സമൃദ്ധിയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇറാന് ഇനിയും അടങ്ങിയിരിക്കില്ല. കാരണം അവർ മത തീവ്രവാദം വെച്ച് പുലർത്തുന്നവരാണ്. ആ തീവ്രവാദം വെച്ച് പുലർത്തുന്നവർ ഇനിയും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനും മടി കാണിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ട്രംപ് മുമ്പോട്ടിറങ്ങും. കാരണം ഇറാനിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവിടെ സ്ത്രീകൾ അസ്വാതന്ത്ര്യത്തിൽ തന്നെയാണ് കഴിയുന്നത്. ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ്, വനിതകൾ വസ്ത്രധാരണമൊക്കെ തന്നെ അവിടെ കൽപ്പിച്ചിരിക്കുന്നതൊക്കെ ലംഘിച്ചുകൊണ്ട് അർദ്ധനഗ്നയായിട്ടൊക്കെ സർവകലാശാലകളിലും നിരത്തുകളിലും ഹിജാബൊക്കെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ടും. പക്ഷെ അങ്ങനെയുള്ള യുവതികളെയും പെൺകുട്ടികളെയും ഇവർ കൊണ്ടുപോയിട്ട് അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. പലർക്കും മരണം സംഭവിച്ചു. മറ്റു ചിലർ മാനസിക നില തെറ്റിയെന്നാണ്, ആയതുകൊണ്ടാണ് അങ്ങനെ പോയത് എന്നൊക്കെ പറഞ്ഞ് ഇവർ സ്വയം തടി തപ്പുകയും ചെയ്തു. അപ്പോൾ ഇനി അതുകൊണ്ട് അവിടുത്തെ സ്ത്രീജനങ്ങൾ എന്താണ്, അവർ സ്വാതന്ത്ര്യം അർഹിക്കുന്നുണ്ട്. അതാണ് ഒരിക്കൽ നെതന്യാഹു പറഞ്ഞത്, നിങ്ങൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നവരാണ്. അവിടെ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തിന് വളർച്ച ഉണ്ടാകത്തില്ല. ഇത് തന്നെയാണ് ട്രംപും പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരും. ഒരു പക്ഷേ എന്നല്ല, അവിടുത്തെ ജനത മുഴുവൻ മാറും. ഈ മതഭ്രാന്തന്മാരുടെ അടുക്കൽ നിന്ന് മാറിയിട്ട് ഇറാൻ ഒരു ക്രൈസ്തവ രാജ്യമായി മാറുന്നത് നമുക്ക് കാണേണ്ടി വരും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കാരണം 2019 കണ്ട ട്രംപ് അല്ല ഇപ്പോൾ 2025 കാണാൻ പോകുന്നത്. ലോകത്തിന് തന്നെ പല മാറ്റം സംഭവിച്ചു. പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധ ഭീകരതയിൽ നിൽക്കുകയാണ്. ഇറാന് രണ്ടും കൽപ്പിച്ച് മതതീവ്രവാദത്തോടുകൂടി രംഗത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ വരുന്ന ഈ സാഹചര്യത്തിൽ ഇറാന് തകിടം മറിക്കും എന്ന് ട്രംപ് കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗം തന്നെയാണ് അതൊരു ക്രൈസ്തവ രാജ്യമായി മാറാൻ പോകുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.